എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ തുടക്കം ആണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ ഉദ്ദേശിക്കുന്നത്. കോപ്പറേഷൻ ഇൻ ഫോറിൻ കൺട്രീസും നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയും. ഒന്നാമത്തെ നമ്മൾ പറയുന്ന എവല്യൂഷൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടനിൽ നടന്നിട്ടുള്ള എവല്യൂഷനെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഹോം ലാൻഡ് ഓഫ് കോപ്പറേറ്റീവ് കൺസ്യൂമർ മൂവ്മെന്റ് ആണെന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് ഹോം ലാൻഡ് ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അവിടെ റാഡിക്കൽ ചേഞ്ചസ് ഉണ്ടായി സോഷ്യൽ സിസ്റ്റത്തിലും എക്കണോമിക് സിസ്റ്റത്തിലും. എന്തിന്റെ ഫലമായി? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായി. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് റീപ്ലേസ്ഡ് ബൈ ഫാക്ടറി ഇൻഡസ്ട്രീസ്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്തായി മാറി? ഫാക്ടറി ഇൻഡസ്ട്രീസ് ആയി മാറി. പോപ്പുലേഷൻ ഷിഫ്റ്റ് ചെയ്തു എവിടത്തേക്ക്? റൂറലിൽ നിന്ന് അർബനിലേക്ക്. മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും ഒക്കെ വികാസം പ്രാപിച്ചു. ഇതിലൊക്കെ ഗുണഫലങ്ങൾ ആളുകൾക്ക് എത്തിത്തുടങ്ങി. അതേപോലെ തന്നെ അതിന് മറ്റൊരു വശം ഉണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെന്റ്, ചൈൽഡ് ലേബർ തുടങ്ങിയ അതിന്റെ ലോ വേജസ് തുടങ്ങിയ അതിന്റെ മറ്റൊരു വശം നമ്മൾ കാണാൻ തുടങ്ങി. അത് ഇൻക്രീസ് ചെയ്തു. ആ മേഖലയിൽ ഇൻക്രീസ് ചെയ്തു. അൺഎംപ്ലോയ്മെന്റ്, ചൈൽഡ് ലേബർ ഇൻക്രീസ് ചെയ്തു. ഫ്രീഡം ഓഫ് സ്പീച്ചിനും ഫ്രീഡം ഓഫ് അസോസിയേഷന്റെയും ആവശ്യകത ഉയർന്നു വന്നു. പൊളിറ്റിക്കൽ ഫീൽഡിലാണെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ റിഫോമേഴ്സ് എല്ലാവരും തന്നെ ഒരു സൊല്യൂഷൻ ടു ദി പ്രോബ്ലംസ്, പരിഹാരം കാണേണ്ടത് ആവശ്യകതയെ കുറിച്ച് എന്ത് ചെയ്തു? പറയാൻ തുടങ്ങി. ആ ആവശ്യകതയാണ് കോപ്പറേറ്റീവ്സിനെ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞത്. അത് ഫൗണ്ടർ ഫാദേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർസ്, റോക്ക്ഡെയിൽസ് പയനിയേഴ്സിനും അതിനുശേഷം റോബർട്ട് ഓവനും അതോടൊപ്പം തന്നെ റോബർട്ട് ഓവനും വില്യം കിങ്ങിനും ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റിനൊക്കെയും ഈ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചു എന്നാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൊണ്ടുള്ള ഗുണം, ബ്രിട്ടനിലുണ്ടായിട്ടുള്ള ഗുണം. അത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിൽ ഫൗണ്ടർ ഫാദേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സ്റ്റോർസ് ആയിട്ടുള്ള റോക്ക്ഡെയിൽ പയനീഴ്സ്, ഫാദേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അവർ കൊണ്ടുവന്നിട്ടുള്ള കോപ്പറേറ്റീവ്സ്, അതിലൂടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. റോബർട്ട് ഓവൻ ബർത്ത് പ്ലേസ് ആണ്, റോബർട്ട് ഓവന്റെ ബർത്ത് പ്ലേസ് ആണ് ഇംഗ്ലണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ടുള്ള റോബർട്ട് ഓവൻ, അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കോപ്പറേറ്റീവ്സ്. ഡോക്ടർ വില്യം നടത്തിയ പ്രചാരണം, അതിനുശേഷം ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകൾ ഏറ്റെടുത്ത് നടത്തിയ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പ്രചാരണം, ഇതൊക്കെയും അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവിടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആയി എന്നാണ് പറയുന്നത്. ദെൻ ഏതൊക്കെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലൊന്നാമത്തെ റോബർട്ട് ഓവനെ കുറിച്ച് പറയുമ്പോൾ, റോബർട്ട് ഓവൻ ഒരു മിൽ വർക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ആ കോപ്പറേറ്റീവ് മൂവ്മെന്റിലൂടെ അയാൾ എന്തായി മാറി? ഓണർ ഓഫ് ദി മില്ലായി മാറി. ഒരു മില്ലിന്റെ ഓണറായി മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം, ഹി ഡിഡ് നോട്ട് ബിലീവ് ഇൻ അക്യുമുലേഷൻ ഓഫ് വെൽത്ത് അക്യുമുലേഷൻ എന്നുള്ളതിൽ അയാൾ വിശ്വസിച്ചിരുന്നില്ല. വെൽത്ത് അക്യുമുലേറ്റ് ചെയ്ത് കൊണ്ട് ഹ്യൂമൻ ഹാപ്പിനെസ് സാധ്യമാവും എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഹ്യൂമൻ ഹാപ്പിനെസ് ആണ് മെയിൻ കൺസേൺ ആയിട്ട് അയാൾ പറയുന്നത്. ഹ്യൂമൻ ഹാപ്പിനെസ് ഉണ്ടാവുക എപ്പോഴാണെന്ന് പറയുന്നു, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന പ്രിൻസിപ്പിൾ ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഹ്യൂമൻ ഹാപ്പിനെസ് ഉണ്ടാകുന്നത് എപ്പോഴും ക്യാരക്ടർ നന്നാകുമ്പോഴാണ്. ഹ്യൂമൻ ക്യാരക്ടറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. was determined by human character. His chief concern was human happiness, which he believed was determined by human character. Human character ആണ് ഹ്യൂമൻ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്. അതായത് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ഒരു മനുഷ്യനും തെറ്റുകാരനാവുന്നതല്ല. അദ്ദേഹത്തിന് എന്താണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? സിറ്റുവേഷൻസ് ആണ്, സർക്കംസ്റ്റാൻസസ് ആണ്, അവസരങ്ങളാണ് ഒരാളെ തെറ്റുകാരനാക്കുന്നതെന്നാണ് ഈ ഡോക്ട്രിൻ, അദ്ദേഹത്തിന്റെ
ഈ തിയറി പറയുന്നത്. അതായത് ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ ബീയിങ് ഈസ് ബേസ്ഡ് ഓൺ ദി സർക്കംസ്റ്റാൻസസ്. ഒരാൾ ജീവിക്കുന്ന സർക്കംസ്റ്റാൻസസ് അനുസരിച്ചാണ് ഒരാളുടെ ക്യാരക്ടർ രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ്. സർക്കംസ്റ്റാൻസസ് മേക്ക് മാൻ ഗുഡ് ഓർ ബാഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനുഷ്യൻ എന്താണ്, ഗുഡ് ആണോ ബാഡ് ആണോ തീരുമാനിക്കുന്നത് സർക്കംസ്റ്റാൻസസ് ആണ്. അദ്ദേഹം ബിലീവ് ചെയ്തത് പേഴ്സൺ വുഡ് നെസസറിലി ബിക്കം ഗുഡ് ഇഫ് സർക്കംസ്റ്റാൻസസ് ഗുഡ് ആണെങ്കിൽ പേഴ്സണും ഗുഡ് ആവുന്നു. വയലൻസിന് അദ്ദേഹം ഒപ്പോസ് ചെയ്തു. ഈ ഫുഡ് ഫാക്ടറിയിലും ഇത് അദ്ദേഹം കൊണ്ടുവന്നു ഈ തിയറി. ഈ ചേഞ്ച്ഡ് വർക്കിംഗ് കണ്ടീഷൻസ് ഓഫ് ദി വർക്കേഴ്സ്, ഇൻട്രോഡ്യൂസ്ഡ് വേരിയസ് വെൽഫെയർ മെഷേഴ്സ്. ഒരുപാട് വെൽഫെയർ മെഷേഴ്സ് അദ്ദേഹം എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ his another idea was that improving the conditions of the poor he can regarded as great revolutionary because he put forward these ideas when a capitalist regime was in full swing. അദ്ദേഹത്തിന് ഇതൊക്കെ നടത്തിയത് ക്യാപിറ്റലിസം അതിന്റെ ഫുൾ സ്വിങ്ങിൽ, അതിന്റെ പൂർണ്ണമായ തോതിൽ എന്ത് ചെയ്തു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ തത്വങ്ങൾ, ഈ തിയറീസുമായിട്ട് എന്ത് ചെയ്ത് മുന്നോട്ട് വന്നത്. ദെൻ രണ്ടാമത്തേതായിട്ട് അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ലേബർ കോളനീസ്. ലേബർ കോളനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, മിൽ ഓണേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഓരോരുത്തരും വളണ്ടറി അസോസിയേഷൻ ഫോം ചെയ്യുക, മ്യൂച്വൽ ഹെൽപ്പ് എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട്. എന്നിട്ട് അതിലൂടെ സെൽഫ് എംപ്ലോയ്മെന്റ് എല്ലാവർക്കും ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു കോളനി, ലേബർ കോളനീസ് ആയി ഓരോരുത്തർ ഉണ്ടാക്കുക, സ്വന്തമായി ലേബർ കോളനീസ് ഓരോരുത്തർ എന്ത് ചെയ്യുക, ഓൺ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുക, അതിന് മാനേജ് ചെയ്യുക അതവർ തന്നെ. അത്തരത്തിൽ ലേബർ കോളനീസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത് ലേബർ എക്സ്ചേഞ്ച് എന്നുള്ളതാണ്. മറ്റൊരു കോപ്പറേറ്റീവ്സ് ആയിട്ട് മുന്നോട്ട് വെച്ചതാണ് ലേബർ എക്സ്ചേഞ്ചസ്. ഇത് the scheme introduced by Owen. According to this scheme, members produced a variety of articles or daily use, delivered them at the labor exchange office. ലേബർ എക്സ്ചേഞ്ചിന്റെ ഓഫീസിലേക്ക് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത ആർട്ടിക്കിൾസ് എന്ത് ചെയ്യും, എത്തിക്കുന്നു. ആ ആർട്ടിക്കിൾ എത്തിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഒരു ലേബർ നോട്ട്സ് അവിടെ നിന്ന് കൊടുക്കുന്നു. ആ ലേബർ നോട്ട്സിലെ വാല്യൂസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ആ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. കുഡ് ബി എക്സ്ചേഞ്ച് ഫോർ അതർ ആർട്ടിക്കിൾ. ഒരു ആർട്ടിക്കിളിന് മറ്റൊരു ആർട്ടിക്കിളിന് പകരം എന്ത് ചെയ്യാൻ പറ്റും, ഈ ലേബർ നോട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ എക്സ്ചേഞ്ച് സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, എക്സ്ചേഞ്ച് സിസ്റ്റമാണ് ലേബർ എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടത്. പക്ഷെ ഈ എക്സ്ചേഞ്ച് പിന്നീട് എന്തായി, ഓവർ സപ്ലൈഡ് വിത്ത് അൺസെയിലബിൾ ആർട്ടിക്കിൾസ്, അതുകൊണ്ട് തന്നെ ഫെയിലായി എന്നുള്ളതാണ്. അൺസെയിലബിൾ ആർട്ടിക്കിൾസ് കുമിഞ്ഞു കൂടുന്ന അവസ്ഥ ഉണ്ടാവുകയും അതുകൊണ്ട് പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ റോബർട്ട് ഓവന്റെ സംഭാവനയായിട്ട് പറയാൻ കഴിയുന്നത് റോബർട്ട് ഓവന്റെ പ്രിൻസിപ്പിൾസ് ആണ്. റോബർട്ട് ഓവന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. റോബർട്ട് ഓവൻ മുന്നോട്ട് വെച്ച പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ്സിനായിട്ട് മുന്നോട്ട് വെച്ച പ്രിൻസിപ്പിൾസ്: അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്, പ്രൈവറ്റ് പ്രോഫിറ്റിനെ എന്ത് ചെയ്തു, പൂർണ്ണമായി നിരാകരിക്കുന്നു. പ്രൈവറ്റ് പ്രോഫിറ്റിന്റെ നിരാശമാണ് അവിടെ എന്ത് ചെയ്തത്, കാണുന്നത്. പ്രൈവറ്റ് പ്രോഫിറ്റിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ്സിന്റെ ഒക്കെ ലക്ഷ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് അല്ല ലക്ഷ്യം എന്നുള്ള ആ ലക്ഷ്യം തന്നെയാണ് ഇവിടെ റോബർട്ട് ഓവന്റെ പ്രിൻസിപ്പിൾസിലും അദ്ദേഹം വിളംബരം ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് കോമൺ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പറഞ്ഞു തന്നെയാണ് കോമൺ ഓണർഷിപ്പ് എന്നുള്ള, മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ കോമൺ ഓണർഷിപ്പ് എന്നുള്ളത് സോഷ്യലിസത്തിന്റെ പ്രത്യേകതയായിട്ടുള്ള ആ കോമൺ ഓണർഷിപ്പ് എന്നുള്ളത് അത് കോപ്പറേറ്റീവ്സിന് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റോബർട്ട് ഓവന്റെ പ്രിൻസിപ്പിളിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. കോമൺ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ കോമൺ ഓണർഷിപ്പ് എന്നുള്ളതും കോപ്പറേറ്റീവ്സിന്റെ പ്രിൻസിപ്പിൾ ആയിട്ടാണ് റോബർട്ട് ഓവൻ എണ്ണീട്ടുള്ളത്. വളണ്ടറി അസോസിയേഷൻ എന്ന ഫീച്ചറും, കോപ്പറേറ്റീവ്സിന്റെ വളണ്ടറി അസോസിയേഷൻ എന്ന ഫീച്ചറും ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് റോബർട്ട് ഓവൻ എണ്ണീട്ടുള്ളത്. റോബർട്ട് ഓവന്റെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വരുന്നതാണ് വളണ്ടറി അസോസിയേഷൻ എന്നുള്ളത്. Then utilization of wealth of community for increasing the happiness of mankind.
വെൽത്ത് മാക്സിമൈസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? വെൽത്ത് ഓഫ് കമ്മ്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹാപ്പിനെസ് ഓഫ് ദി മാൻകൈൻഡ് ആയിരിക്കണം. മാൻകൈൻഡിന്റെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരിക്കണം എല്ലാ വെൽത്ത് യൂട്ടിലൈസേഷനും നടക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ. ഈ 4 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്, കോമൺ ഓണർഷിപ്പ്, വോളണ്ടറി അസോസിയേഷൻ, ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത്. ഈ 4 പ്രിൻസിപ്പിൾസ് ആണ് റോബർട്ട് ഓവൻ്റെതായിട്ട് അറിയപ്പെടുന്നത്. ഇതാണ് റോബർട്ട് ഓവൻ ആദ്യമായിട്ട് രംഗത്ത് വന്ന, റോബർട്ട് കോപ്പറേറ്റീവ്സുമായിട്ട് രംഗത്ത് വന്ന ആളെന്നുള്ളതൊക്കെ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എന്നുള്ളതൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രിൻസിപ്പിൾസ് ആണിത്. ദെൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിനുള്ള ഡ്രോബാക്സ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഡ്രോബാക്സ്? ലാക്ക് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ലഭിച്ചിരുന്നില്ല ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്. അതിന്റെ ഡ്രോബാക്ക് ആയിട്ട് പറയാം, ലാക്ക് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് അത്ര സ്ട്രെസ് ചെയ്യുന്ന ഒന്നായിരുന്നില്ല റോബർട്ട് ഓവനൊക്കെ മുന്നോട്ട് വെച്ച കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ളത്. റോബർട്ട് ഓവൻ മുന്നോട്ട് വെച്ച കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒരു പരാജയം എന്ന് പറയുന്നത്, there was statutory protection for cooperative organization. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനാഡിക്വേറ്റ് ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. നല്ല ലീഡർഷിപ്പിന്റെ അഭാവം കോപ്പറേറ്റീവ് മൂവ്മെന്റിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഡിവിഡൻഡ് ഓൺ ദി ബേസ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഷെയർ ടേക്കൺ. മറ്റൊരു രീതിയിലൊന്നും ആയിരുന്നില്ല ഡിവിഡൻഡ് ഓൺ ദി ബേസ് ഓഫ് എമൗണ്ട് ഓഫ് ഷെയർസ് ടേക്കൺ. എമൗണ്ട് ഓഫ് ഷെയർസ് ടേക്കന്റെ ബേസിലായിരുന്നു ഡിവിഡൻഡ് എന്ന് പറയാം. ഡിവിഡൻഡ് ഓൺ ദി ബേസ് ഓഫ് എമൗണ്ട് ഓഫ് ഷെയർസ് ടേക്കൺ. എമൗണ്ട് ഓഫ് ഷെയർസ് ടേക്കന്റെ ബേസിലായിരുന്നു ഡിവിഡൻഡ് എന്നും പറയാം. ഒന്നാമത്തെ പറഞ്ഞു ലാക്ക് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. തന്നെ നമ്മൾ രണ്ടാമത്തെ പറഞ്ഞു അവിടെ എന്തുണ്ടായിരുന്നു? സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞത് ഹോംലാൻഡാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഡ്രോബാക്സ് കൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റിന് തുടക്കം കുറിക്കാൻ കാരണമെന്ന് പറഞ്ഞു. ദെൻ അത് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലം ആയിട്ടാണ് കോപ്പറേറ്റീവ് വന്നതെന്ന് പറഞ്ഞു. അത് ഫൗണ്ടർ ഫാദേഴ്സ് ആരൊക്കെയെന്ന് പറഞ്ഞു. റോബർട്ട് ഓവൻ എന്നുള്ള ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ്. ഫാദർ ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരാണ്? ഫൗണ്ടർ ഫാദേഴ്സ് എന്നറിയപ്പെടുന്നത് റോക്ക്ഡെയിൽ പയനീഴ്സ് ആണെന്ന് പറഞ്ഞു. ഡോക്ടർ വില്യം കിങ്ങും ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റുകളും ഇതിന്റെ പ്രചാരണകരായി മാറി കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ. ദെൻ ഫസ്റ്റ് റോബർട്ട് ഓവനെ എടുത്ത് പഠിച്ചു. മിൽ വർക്കറാണ്, പിന്നീട് ഓണറായി മാറുന്നു. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ, അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ദെൻ ലേബർ കോളനീസ് അദ്ദേഹം തുടക്കം കുറിച്ചാണ്. ലേബർ എക്സ്ചേഞ്ച് അദ്ദേഹം തുടക്കം കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു, അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ്, കോമൺ ഓണർഷിപ്പ്, വോളണ്ടറി അസോസിയേഷൻ, യൂട്ടിലൈസേഷൻ ഓഫ് വെൽത്ത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞു. ഇതിന്റെ ഡ്രോബാക്സ് കൂടി നമ്മൾ പറഞ്ഞു. ലാക്ക് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ, ഇനാഡിക്വേറ്റ് ലീഡർഷിപ്പ്, ഡിവിഡൻഡ് ഓൺ ദി ബേസ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഷെയർസ് ടേക്കൺ. ഫർദർ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് എന്ത് ചെയ്തു? ആൾട്ടർനേറ്റീവ് ബേസിസ് എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്തില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു. ഫസ്റ്റ് റോബർട്ട് ഓവന്റെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ഉള്ള റോക്ക്ഡെയിൽ പയനീഴ്സ്. ആരാണ് റോക്ക്ഡെയിൽ പയനീഴ്സ്? റോക്ക്ഡെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റൈൽ സിറ്റി, ടൗണിനെയാണ് എന്ത് വിളിക്കുന്നത്? റോക്ക്ഡെയിൽ എന്ന് വിളിക്കുന്നത്. റോക്ക്ഡെയിൽ വാസ് എ ബാക്ക്വേർഡ് ടെക്സ്റ്റൈൽ ടൗൺ. അത് ഏകദേശം 25,000 അറൗണ്ട് പോപ്പുലേഷൻ ഉള്ള, വിത്ത് പോപ്പുലേഷൻ അബൌട്ട് 25,000 ഉള്ള ഒരു 18th സെഞ്ചുറി നിലനിന്നിരുന്ന ടെക്സ്റ്റൈൽ ടൗൺ ആണ്. ആ ടൗണിൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ എന്താണ്? ഹാൻഡ്ലൂം വീവേഴ്സ് ആയിരുന്നു. അവർ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്തു? പവർലൂം വരികയും ഹാൻഡ്ലൂമിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും പവർലൂം വരികയും അത് പല തൊഴിൽ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു. പലരെയും തൊഴിൽ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വേജ് കട്ട് ചെയ്യപ്പെടുകയോ ചെയ്തു. എംപ്ലോയീസിന്റെ കണ്ടീഷൻസ് എന്തായി? പുവറായി. അവരുടെ ഹൗസിംഗ് ഫെസിലിറ്റി ഇനാഡിക്വേറ്റ് ആയിരുന്നു. ഹൈ റെന്റ് കൊടുക്കേണ്ടി വന്നു.
ലോ ക്വാളിറ്റി ഓഫ് ഗുഡ്സ് എന്നുള്ള പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ തുടങ്ങി പൊതുവായിട്ടുള്ള സമൂഹത്തിനും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതേപോലെ തന്നെ അവരുടെ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളും കോപ്പറേറ്റീവ് മൂവ്മെന്റിലേക്ക് അവർ നയിച്ചു. ആ കോപ്പറേറ്റീവ് മൂവ്മെന്റിലേക്ക് അവർ തുടക്കം കുറിച്ചത് ആദ്യമായിട്ട് ഒരു വീവേഴ്സ് യൂണിയൻ ഉണ്ടാക്കി. എന്നാൽ അത് 1824 ഉണ്ടാക്കിയ വീവേഴ്സ് മൂവ്മെന്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു. ഒരു സ്ട്രൈക്ക് ആരംഭിച്ചു അവര്. പക്ഷെ അതെന്ത് ചെയ്തു? ബട്ട് ഫെയിൽഡ്. അതെന്ത് ചെയ്തു? ബട്ട് മിസറബിളി ഫെയിലായിട്ട് അതെന്ത് ചെയ്തു? പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ദെൻ അവർ പിന്നെ ആരംഭിച്ചത് 1844 ഒരു കൺസ്യൂമർ സ്റ്റോർ ആണ്. 28 ഫ്ലാനൽ വീവേഴ്സ് എന്ത് ചെയ്തു? ഒന്നിച്ചു കൂടി അവരുടെ 1 pound കോൺട്രിബ്യൂഷനോട് കൂടി ഒരു സൊസൈറ്റി അവർ ആരംഭിച്ചു. ആ സൊസൈറ്റി എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. കൺസ്യൂമർ ഗുഡ്സ് ആയിട്ടുള്ള ബട്ടർ, ഷുഗർ, കാൻഡിൽ ഫ്ലോർ. ബട്ടർ, ഷുഗർ, കാൻഡിൽ ഫ്ലോർ എന്നൊക്കെ പറയുന്നത് ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളായിട്ടാണ് എന്നറിയപ്പെടുന്നത്. അന്നത്തെ ഏറ്റവും ആവശ്യകതയുള്ള ഉൽപ്പന്നങ്ങളെ എന്ത് ചെയ്യുക? വാങ്ങിച്ചിട്ട് അതിൻ്റെ മെമ്പേഴ്സിനെ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക റീസണബിൾ പ്രൈസ് ഇത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൺസ്യൂമർ സ്റ്റോർ അവർ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഒരു ഈവനിങ്ങിൽ ആ സെയിൽസ്മാൻ ആരായിരിക്കും? അതിൽ കോപ്പറേറ്റീവ്സിലെ മെമ്പേഴ്സ് തന്നെയായിരിക്കും. അതിലെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ഇംപ്രൂവ് ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ ബൈ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. മ്യൂച്വൽ ഹെൽപ്പിലൂടെ സെൽഫ് ഹെൽപ്പിലൂടെ എന്ത് ചെയ്യുക? എക്കണോമിക് കണ്ടീഷൻ എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ ഈ കോപ്പറേറ്റീവ്സ് ആ വീവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത സൊസൈറ്റി അറിയപ്പെട്ടിരുന്നത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി എന്നാണ്. റോക്ക്ഡെയിൽ പയനിയേഴ്സ് എന്നവർ അറിയപ്പെട്ടു. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റി എന്ന് അവർ ആരംഭിച്ച സൊസൈറ്റി അറിയപ്പെട്ടു. എന്തൊക്കെയായിരുന്നു അവരുടെ ഒബ്ജക്റ്റീവ്സ്? റോക്ക്ഡെയിൽ പയനിയേഴ്സിന്റെ അല്ലെങ്കിൽ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ സൊസൈറ്റിയുടെ to improve the financial condition. ഒന്നാമത് ഫിനാൻഷ്യൽ പൊസിഷൻ ബൈ മീൻസ് ഓഫ് പൂളിംഗ് ദി സ്മോൾ സേവിങ്സ് എന്ത് ചെയ്യുക? പൂൾ ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ദി ഫിനാൻഷ്യൽ കണ്ടീഷൻ. പാവപ്പെട്ടവരായിട്ടുള്ള ആ റോക്ക്ഡെയിൽ വീവേഴ്സിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റോർ വിച്ച് കുഡ് സപ്ലൈ ദി കമ്മോഡിറ്റി ദേ റിക്വയർഡ് അറ്റ് റീസണബിൾ പ്രൈസ്. റീസണബിൾ പ്രൈസിൽ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഒരു സ്റ്റോർ ആരംഭിക്കുക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യമായിരുന്നു റോക്ക്ഡെയിൽ പയനിയേഴ്സിന്റെ. ദെൻ മൂന്നാമത്തത് പർച്ചേസ് ഓർ കൺസ്ട്രക്ട് ഹൗസസ്. ഹൗസിംഗ് ഫെസിലിറ്റീസിനുള്ള ബുദ്ധിമുട്ടായിരുന്നു മറ്റൊരു പ്രശ്നമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിന് പരിഹരിക്കുന്നതിന് പർച്ചേസ് ഓർ കൺസ്ട്രക്ട് ഹൗസസ് ഫോർ ദം. അവർക്ക് വേണ്ടി ഹൗസ് ഉണ്ടാക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുക. ദെൻ നാലാമത്തെ കാര്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് ടു സ്റ്റാർട്ട് പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ്. ഇവർക്ക് വേണ്ട സർട്ടൻ ആർട്ടിക്കിൾസ് റിക്വയർഡ് ആയിട്ടുണ്ടാവും അവർക്ക്. ആ മെമ്പേഴ്സിനുള്ള റിക്വയർഡ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ടു ദ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഹോട്ടലുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയായിരുന്നു അവർ പ്രധാനമായിട്ട് എന്ത് ചെയ്തത്? മുന്നോട്ട് വെച്ചത്. വൈ? എന്തുകൊണ്ടാണ് ഈ റോക്ക്ഡെയിൽസിന്റെ